രണ്ട് കാര്യങ്ങളാണല്ലോ ശ്രീ പി വി അൻവർ താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത്. ഒന്ന്, താങ്കൾ ഇനി പോരാടാൻ പോകുന്നത് രണ്ട് വിഷയങ്ങളുടെ മുകളിലാണ്. അതിൽ പ്രധാനമായും താങ്കൾ പറയുന്നത് ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം വനമേഖലയിൽ താമസിക്കുന്ന, മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർ നേരിടുന്ന പ്രശ്നമാണ്. അത് താങ്കളുടെ രാഷ്ട്രീയമാണ്. മറ്റൊന്ന്, താങ്കൾ പറയുന്നത് പിണറായിസത്തിനെതിരായിട്ട് താങ്കൾ പോരാടുന്നു എന്നാണ്. താങ്കൾ അതൊന്ന് വിശദീകരിക്കണം. പിണറായിസം എന്ന വാക്ക് വളരെ പ്രധാനമാണ് കേരളത്തിൽ താങ്കൾ ഉന്നയിക്കുന്നത്. എന്താണ് പിണറായിസം എന്ന വാക്കുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതിൽ ആദ്യം തന്നെ ഞാൻ ഉണ്ണി പറഞ്ഞത് ഞാൻ ഉണ്ണിയെ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹവുമായിട്ടും മലയോര കർഷകരുമായിട്ടുള്ള എൻ്റെ ഇന്നത്തെ ഈ നിലപാട് എൻ്റെ രാഷ്ട്രീയം ഒരിക്കലുമല്ല. ഈ നിലപാട് ഞാൻ ഇന്ന് തുടങ്ങിയതല്ല. ഈ 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ ഒരു MLA എന്ന നിലക്ക് 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് റിട്ട് പെറ്റീഷൻ നൽകിയ വ്യക്തിയാണ് ഞാൻ. 3 തവണ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ പരിമിതികളുണ്ട്, ഇത് പാർലമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ വലിയ ഗ്രീവിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ, നമുക്കറിയാം, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ വലിയ ഫോറസ്റ്റ് രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ ഒരുപാട് എനിമൽസ് ഉണ്ട്. ഇവരെയൊക്കെ എല്ലാ വർഷവും ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്, കൊന്നുകളയുന്നുണ്ട്. താങ്കൾ എന്നെ തിരുത്തുന്നതിനകത്തൊന്നും പ്രശ്നമില്ല. ഒരു മിനിറ്റ് താങ്കളൊന്ന് പറയുന്നത് കേൾക്കൂ. ഇപ്പൊ താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇന്നിപ്പോ രാവിലെ പി വി അൻവർ എന്ന് വാർത്താ സമ്മേളനത്തിലൂടെ ആ രാഷ്ട്രീയം പ്രഖ്യാപിച്ചു എന്നൊരു അർത്ഥമേ ഇല്ല. താങ്കൾ നേരത്തെയും ആ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയുന്ന ഒരാളാണ് ഞാൻ. അത് പ്രശ്നമല്ല, അത് കഴിഞ്ഞു. അതിന് മുമ്പ് അതിനുശേഷം ഞാനിപ്പോ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ പിണറായിസം എന്ന് പറയുന്നത് എന്താണ്? പിണറായിസം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പിണറായിസം എന്ന് പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പാണ്, അമിതാധികാര പ്രയോഗമാണ്. അധികാരം തലക്ക് പിടിച്ചിട്ട് ഒരു പാർട്ടിയെപ്പോലും മറന്ന് പൊതുസമൂഹത്തെ പറന്ന് നീങ്ങുകയാണ്. പൊതുസമൂഹത്തിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയുന്നത് തനിക്ക് ചുറ്റുമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും സമ്പാദിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു സമുദായത്തെ പരിപൂർണമായും അടിച്ചിരുത്തുകയാണ്. ഇവിടുന്ന് പ്രസ്താവനകൾ നടത്തിയിട്ട് മതിയാവാഞ്ഞിട്ട് ഡൽഹിയിൽ പോയിട്ട് ഒരു ദേശീയ ഇംഗ്ലീഷ് പത്രത്തെ വിളിച്ചു വരുത്തി അവരോട് വിസ്തരിക്കുകയാണ്, മലപ്പുറം ക്രിമിനലുകളാണ്, ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ളത് മലപ്പുറത്താണ്, ഈ സ്വർണ്ണ തട്ടിപ്പ് നടക്കുന്നത് മലപ്പുറത്താണ്. അതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം. അങ്ങനെ സോഷ്യലായും പൊളിറ്റിക്കലായും ഒരാളെയും അധികാരത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത വിധം. ഇപ്പോൾ നിങ്ങൾ മന്ത്രിസഭ തന്നെ എടുത്തു നോക്കൂ. പിണറായിസം ഞാൻ വിസ്തരിക്കാം. 10-21 മന്ത്രിമാരുണ്ടല്ലോ. ഇവരാരെങ്കിലും ഈ ഒരു ഫയല് കാണാറുണ്ടോ? ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ മന്ത്രിസഭയിൽ? ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും തെളിവായിട്ട് പറയാം, വെറുതെ പറയല്ല, അതിൽ തെളിവായിട്ട് പറയാം. ഇപ്പോൾ ഈ 2025 ഇപ്പോൾ ഈ നടക്കുന്ന സെഷനിൽ വരാൻ പോകുന്ന സംസ്ഥാന അനിമൽ ഫോറസ്റ്റ് ആക്ടിൻ്റെ ഒരു അമെൻമെൻറ്റ് കരടായിട്ട് ഈ പറയുന്ന മന്ത്രിസഭയിൽ വന്നാണല്ലോ. അതിനാരാ പെർമിഷൻ കൊടുത്തത്? എല്ലാ മന്ത്രിമാരും ഒപ്പിട്ടില്ലേ? റോഷി അഗസ്റ്റിൻ അവിടെ ഇരിക്കുന്നില്ലേ? റോഷി അഗസ്റ്റിൻ ഇരിക്കുന്നുണ്ടല്ലോ. റോഷി അഗസ്റ്റിൻ അത് വായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നെങ്കിൽ ആ മന്ത്രിസഭയിൽ റോഷി അത് പറയുമായിരുന്നില്ലേ? ഇതന്നെയല്ലേ പിണറായിസം? ഇതെല്ലാം കൂടിയതല്ലേ പിണറായിസം? ഇപ്പോൾ ഉണ്ണി നിങ്ങൾ നോക്കൂ, അങ്ങനെ അവിടെ കൈകൂപ്പി ഇരുന്ന് ഈ പറയുന്ന അമെൻമെൻറ്റ് പാസ്സാക്കി സഭയിലേക്ക് വിടാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ജനം തിരിഞ്ഞു, മലയോര മേഖല കർഷകർ തിരിഞ്ഞു, ക്രൈസ്തവ സമൂഹം തിരിഞ്ഞു, കേരളം ഒന്നായിട്ട് തിരിഞ്ഞു. എന്നിട്ട് എന്താ റോഷി ചെയ്തത്? റോഷി എല്ലാവരെയും കൂടി കൂട്ടി ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത്. ഈ പറയുന്ന മുഴുവൻ നേതാക്കളെയും MLA-മാരെയും മതാധ്യക്ഷന്മാരെയും എല്ലാം കൂടെ പോട്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നു. മുഖ്യമന്ത്രി ഈ ബില്ല് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, വലിയ പ്രശ്നമുണ്ട്. അപ്പം എന്താ പറഞ്ഞത്? എന്നിട്ട് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തോ? ഉറപ്പ് കൊടുത്തില്ലല്ലോ, നോക്കാം. അപ്പം ഇതാണ് പിണറായിസം. ഒപ്പം നിൽക്കുന്ന മന്ത്രിക്ക് പോലും അഭിപ്രായ പ്രകടനം
ശരി. ഈ പറയുന്ന ക്യാബിനറ്റിൽ പോലും നടത്താനുള്ള അവകാശമില്ലായ്മ, ഇതെല്ലാം കൂട്ടി ദിസ് ഈസ് വാട്ട് ഈസ് പിണറായി സ്വാമി. ശരി, ശ്രീ പി വി അൻവർ, താങ്കളോട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. തൽക്കാലം ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും 7 മണി ഡിബേറ്റിൽ താങ്കൾ ആദ്യ ഭാഗത്ത് അല്പസമയം കൂടി കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.